politics. The world of Vallamkali has only one capital, Alappuzha. Its theater, the Punnamada. ഇതാ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ അവസാനത്തെ 100 മീറ്ററിലേക്ക് കടക്കുകയാണ്. ട്രാക്ക് 1-ൽ സെന്റ് പയസ്, ട്രാക്ക് 2-ൽ തലവടി, ട്രാക്ക് 3-ൽ ചമ്പക്കുളം, ട്രാക്ക് 4-ൽ കാരിച്ചാൽ. 16 വട്ടം നെഹ്റു ട്രോഫി മാറോടണച്ച കാരിച്ചാലാണോ? അല്ല, രണ്ടാം ട്രാക്കിൽ തലവടിയാണ്. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുണയുന്ന കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായ ക്ലബ്ബ് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുണയുന്ന തലവടി ചുണ്ടനാണ് ട്രാക്ക് 2-ൽ ഇപ്പോൾ ഒന്നാമത് വരുന്നത്. തലവടി തല, 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 തലവടി ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് പറന്നു കയറുകയാണ്. ആരാണ്? വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി, രാമങ്കരി, മിത്രക്കരി, കുമരങ്കരി, അമ്പുഴക്കരി, കൈനകരി, കൈനകരി, കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ തലവടി ചുണ്ടനിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് ഒന്നാമതായി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കാരിയാണോ ചമ്പക്കുളമാണോ? യെസ്, കാരിച്ചാൽ, കാരിച്ചാലാണ്. യെസ്, നാലാം ട്രാക്കിൽ കാരിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുന്നു. ഇൻ ദ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ, ഓവർ ടു ഡിയർ ഫ്രണ്ട് സജി ഡി ഹരിപ്പാട്. താങ്ക് യു ശ്രീ ഷൈജു ദാമോദരൻ. ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം, ആവേശകരമായ മത്സരം സമാപിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിന് മുമ്പുള്ള ഒരു ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരം. 72ാമത് ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ജലമേളയുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം. പ്രാഥമിക മത്സരത്തിൽ സമയക്രമമനുസരിച്ച് വന്ന സ്ഥാനത്തിന് അടിസ്ഥാനമാക്കി മത്സരത്തിൽ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാം ട്രാക്കിൽ നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം. രണ്ടാം ട്രാക്കിൽ പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പുണ്യാളൻ നിരണം. മൂന്നാം ട്രാക്കിൽ ചെറുതന, NBC നാട്ടകം ബോട്ട് ക്ലബിന്റെ ചെറുതന. നാലാം ട്രാക്കിൽ ആറ്റൂക്കര ചുണ്ടൻ, ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ ആറ്റൂക്കര. അങ്ങനെ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനായി 4 ജലരാജാക്കന്മാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? നമ്മുടെ പുരാണങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന പഴക്കവും പാരമ്പര്യവും വള്ളത്തിനും വള്ളംകളികൾക്കുമുണ്ട്. നമുക്കറിയാം, രാമായണത്തിൽ ശ്രീരാമനും കൂട്ടരും ഗുഹന്റെ തോണിയിൽ യാത്ര ചെയ്യുന്നതായി പറയപ്പെടുന്നുണ്ട്. ഗുഹന് അത് ആഘോഷമായിരുന്നു, ആവേശമായിരുന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ രചയിതാവായ വേദവ്യാസന്റെ ജനന പശ്ചാത്തലം പോലും നൗകയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് വന്ന കാളിദാസ കൃതികളിലും നൗകാ പരാമർശങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഇതിഹാസ പുരാണ കാവ്യാദികൾ കഴിഞ്ഞ് ഇങ്ങ് ചരിത്ര കാലഘട്ടത്തിലെത്തുമ്പോൾ ദക്ഷിണ ഭാരതത്തിലെ ചോള പാണ്ഡ്യ രാജാക്കന്മാർ നൗകകളിൽ താല്പര്യമുള്ളവരായിരുന്നു. ഞാൻ പറയുമ്പോൾ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ഒന്നാം ട്രാക്കിൽ KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ സുരേഷ് നാഷണാന്തരയാണ് അതിന്റെ ഒന്നാം പങ്കായമെങ്കിൽ അജീഷ് കുമരകമാണ് അതിന്റെ ഒന്നാം തുഴയെങ്കിൽ രണ്ടാം ട്രാക്കിൽ പുണ്യാളൻ നിരണമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ് എന്ന കരുത്തുറ്റ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ പുണ്യാളൻ നിരണൻ കടന്നു വരുന്നു. റെന്നി ഫിലിപ്പോസ് ക്യാപ്റ്റനായിട്ടുള്ള സുനിൽകുമാർ PR ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പുണ്യാളൻ നിരണത്തിന്റെ ഒന്നാം പങ്കായത്തിൽ സതീഷ് കരിവേലിലാണെങ്കിൽ അതിന്റെ ഒന്നാം തുഴയിൽ അരുൺകുമാർ CP ആണ്. മൂന്നാം ട്രാക്കിൽ ചെറുതനയാണ്, അഴകിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുതന. NBC നാട്ടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന. സന്തോഷ് കുമാർ MP അതിന്റെ ക്യാപ്റ്റനെങ്കിൽ റോച്ച C മാത്യു അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഷാജിമോൻ കാവാലമാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ഷാജിമോൻ കാവാലമാണ് അതിന്റെ പങ്കായമെങ്കിൽ ബിജിൽ കൈനകരിയാണ് അതിന്റെ ഒന്നാം തുഴ. അതുപോലെ നാലാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടനാണ്. ഇമാനുവൽ ബോട്ട് ക്ലബ്ബ്
കുമരകമാണ് തുഴയുന്നത്. രാഹുൽ പ്രകാശാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ജിഫി ഫെലിക്സ് നടുവിലെ പറമ്പനാണ് ഒന്നാം പങ്കായമെങ്കിൽ ഒന്നാം തുഴയിൽ അനിമോൻ വാഴയിലാണ്. അങ്ങനെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള വിജയഗാഥകൾ പലവട്ടം പാടിയിട്ടുള്ള നിരണവും പുണ്യാളനും ചെറുതനയും അർപ്പൂക്കരയും ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? അരയെന്നെ കിളിച്ചുണ്ടൻ തോണിയാണ്, അമ്മാന കളിത്തോണിയാണ്, പൊന്നും വിളക്ക് തെളിഞ്ഞ പോലെയാണ്, ആളലങ്കാരത്തോട് ആലോമച്ചേകോർ വേളിക്ക് പുറപ്പെട്ട ചിറകുതോണിയാണ്, തുമ്പോലാർച്ചയ്ക്ക് കുളിരു കോരാൻ തുമ്പപ്പൂ കുടഞ്ഞിട്ട പൂന്തോണിയാണിത്. അതെ, 4 പൂന്തോണികള് നിരണവും പുണ്യാളനും ചെറുതനയും ആർപ്പൂക്കരയും ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഇരുകരകളിൽ നിൽക്കുന്ന ജലോത്സവ പ്രേമികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പ് തുള്ളികളും പുന്നമട കായലിലെ ജലത്തുള്ളികളും സമന്വയിച്ചുകൊണ്ട് ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിച്ചുകൊണ്ട് പുന്നമട കായലിന്റെ ഓളവും ട്രോഫി ജലോത്സവത്തിന്റെ ലൂസേഴ്സ് ഫൈനൽ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നിരണം പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര, ചുണ്ടൻ വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നു. അവസാന കിരീടാവകാശികളെ തേടുന്നതിന് തൊട്ടു മുൻപ് പുന്നമടയിലെ കായലോളത്തിന് തീപിടിപ്പിക്കുകയാണ് ഈ അവസാന ലൂസേഴ്സ് ഫൈനൽ. ഒപ്പത്തിനൊപ്പം എന്ന പോലെ അവർ മുന്നേറുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങൾ. ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം, ഇതാ കാണാം സ്ക്രീനിൽ, ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം. അപ്പുറത്ത് ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, നിരണം പുണ്യാളൻ രണ്ടാമത്തെ ട്രാക്കിൽ, ചെറുതന ചുണ്ടൻ മൂന്നാമത്തെ ട്രാക്കിലൊപ്പം ആർപ്പൂക്കര 4ാമത്തെ ട്രാക്കിൽ. ഇങ്ങനെയാണ് ലൂസേഴ്സ് ഫൈനലിലെ പോരാട്ടം പുരോഗമിക്കുന്നത്. ജയപ്രകാശ്, ലൂസേഴ്സ് ഫൈനലിന് മുമ്പുള്ള ആവേശ തിരയിളക്കമാണ്. അപ്പോൾ ഫൈനലിന്റെ ആവേശം എന്തായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഫൈനൽ മത്സരത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പകുതി ദൂരം പിന്നിടുമ്പോൾ 1ാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ പുണ്യാളനാണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയെറിയുന്നത്. 3ാം ട്രാക്കിൽ ചെറുതനയാണ്, NBC നാട്ടകം ബോട്ട് ക്ലബിന്റെ ചെറുതന 3ാം ട്രാക്കിൽ. 4ാം ട്രാക്കിൽ ആർപ്പൂക്കരയാണ്, ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന. അങ്ങനെ 4 വള്ളങ്ങൾ ഈ പ്രാഥമിക ഹീറ്റ്സ് മത്സരങ്ങളിൽ 5, 6, 7, 8 സ്ഥാനങ്ങളായി ഫിനിഷ് ചെയ്ത വള്ളങ്ങൾ നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര. അയ്യട പോയട, എന്തൊരു വീറാണ്, എന്തൊരു മത്സരമാണ്. കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ചു മത്സരം നടത്തിക്കൊണ്ട് ലൂസേഴ്സ് ഫൈനൽ മത്സരം കൊടുമ്പിരി കൊള്ളുകയാണ്. അത് 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നിരണം ബോട്ട് ക്ലബിന്റെ നിരണം വള്ളം ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം അങ്ങനെ കടന്നുപോയി. തൊട്ട് പിന്നാലെ പുണ്യാളനും ചെറുതനയും ആർപ്പൂക്കരയും കടന്നുപോയി. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് ഈ പുന്നമട കായലിനെ തീ പിടിപ്പിച്ചുകൊണ്ട് കടന്നുപോയതെങ്കിൽ തുടർന്ന് നടക്കുവാൻ പോകുന്നത് നെഹ്റു ട്രോഫി, 72ാമത് നെഹ്റു ട്രോഫി. 6 മുത്തമിടുമെന്ന് നിമിഷങ്ങൾ കഴിയുമ്പോൾ പ്രഖ്യാപനമുണ്ടാകാൻ പോകുകയാണ്. ആരൊക്കെയാണ് മത്സരിക്കുന്നത്? 1ാം ട്രാക്കിൽ മെപ്പാടം, 2ാം ട്രാക്കിൽ വിയപുരം, 3ാം ട്രാക്കിൽ അരോമ, 4ാം ട്രാക്കിൽ നടുഭാഗം. അങ്ങനെ 4 ജലരാജാക്കന്മാരുടെ തേരോട്ടത്തിന് ഈ 72ാമത് നെഹ്റു ട്രോഫി 6 മുത്തമിടുമെന്ന് നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പായ നെഹ്റു ട്രോഫി 6 മുത്തമിടുമെന്ന് നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പുന്നമട കായലിൽ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്.